ഹായ് എവ്രിവൺ. സോ നമ്മളോട് മിറർ എക്സസൈസിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിക്കും ഞാൻ ഇന്നർ വർക്ക് സീരീസ് എന്നൊരു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് താല്പര്യമുള്ളതൊക്കെ ജോയിൻ ചെയ്യാം. ഓരോരുത്തർ ജോയിൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഇന്നർ വർക്കിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തരും, മെഡിറ്റേഷൻസ് അയച്ചു തരും. അത് നിങ്ങൾ പ്രോപ്പർലി ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ചേഞ്ചസ് വരികയാണ് ചെയ്യുന്നത്. അത് ഞാൻ ഗൂഗിൾ മീറ്റ് ആയിട്ട് ചെയ്തിട്ടില്ല, കാരണം വരുന്ന ആളുകളൊക്കെ വർക്കിംഗ് ആണ്. അപ്പോൾ അവർക്ക് ഗൂഗിൾ മീറ്റിൽ ഇരിക്കാൻ സമയമല്ല. ഫ്രീ ആയിട്ട് അവർക്ക് ഗൈഡഡ് മെഡിറ്റേഷൻസ് ഉണ്ടെങ്കിൽ അങ്ങനെയാണ് ചോദിച്ചു വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ ചിന്തിക്കുന്നുണ്ട് ഇന്നർ വർക്ക് വളരെയധികം ഗൂഗിൾ മീറ്റ് വഴി ക്ലാസ്സസ് എടുക്കണമെന്ന് ഞാൻ ചിന്തിക്കുന്നു. അതിന് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ പറയാൻ ഉദ്ദേശിച്ചത് ഇന്നർ വർക്കിനെ കുറിച്ചിട്ടാണ്. ഇന്നർ വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ ഒരുപാട് പ്രാവശ്യം ഞാൻ ഒരു ലൈവിലായിട്ടും വീഡിയോസായിട്ടും പറഞ്ഞിട്ടുണ്ട്. ഇന്നർ വർക്ക് എന്ന് പറയുമ്പോൾ ഇന്നർ വർക്കാണ്. എന്തുകൊണ്ട് അത് ഔട്ടർ വർക്ക് എന്നൊരു പേരിട്ടില്ല? എന്തുകൊണ്ട് ഇന്നർ വർക്ക് എന്ന് ഇട്ടു? നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൂളാണ് ഇന്നർ വർക്ക്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഗ്രാറ്റിറ്റ്യൂഡ്. ആദ്യം നമ്മൾ ഈ ഭൂമിയോടും ഈ സൃഷ്ടാവിനോടും ക്രിയേറ്ററിനോടും ഡിവൈനോടും നന്ദി പറയണം, താങ്ക്ഫുൾ ആയിരിക്കണം. നമ്മൾ ഉള്ളതിൽ നന്ദി പറയാത്ത ഒരുവനും നമുക്ക് ലഭിക്കില്ല. ലഭിച്ചതും പെട്ടെന്ന് തന്നെ തിരിച്ചു പോവുകയും ചെയ്യും. ഓക്കെ, സോ അതുകൊണ്ട് അതാദ്യം ശ്രദ്ധിക്കുക. അങ്ങനെ ഓരോരോ കാര്യങ്ങളാണ് നമ്മൾ അതിൽ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇവിടെ ഒരു മിറർ എക്സസൈസ് ആയിട്ട് ഒരു ടെക്നിക്ക് ഉണ്ട്. അത് ഞാൻ ജസ്റ്റ് ഒന്നുകൂടി പറഞ്ഞു തരാം. മിറർ എക്സസൈസിൽ ഞാൻ ചെയ്തിരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എനിക്ക് എൻ്റെ DM എടുക്കാം. എൻ്റെ പേഴ്സൺ മിക്കതും ഈ ട്വിൻ ഫ്ലെയിം ജേർണി വരുന്നവരാണ് അത് കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്? കമ്മിറ്റ്മെൻറ്റ് എടുക്കുന്നില്ല, കമ്മിറ്റ്മെൻറ്റ് ഫോബിയ, പേടിയാണെന്ന് വിചാരിക്കുക. ഫിയർ ഓഫ് കമ്മിറ്റ്മെൻറ്റ് ആണെങ്കിൽ ഐ ആം അപ്സെറ്റ് എഴുതുക. ബുക്ക് എടുക്കുക. നിങ്ങൾ എപ്പോഴും ബുക്കും പാനും കയ്യിൽ വെക്കുക, ബാഗിൽ വെക്കുക. ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ പല സമയത്ത് തോട്ട്സൊക്കെ വരാം. സോ ഒന്നൊന്നിട്ടിട്ട് എഴുതാം. ഞാൻ അപ്സെറ്റാണ്. ഇംഗ്ലീഷിലാണെങ്കിൽ ഐ ആം അപ്സെറ്റ് because my DM is not giving commitment. മലയാളത്തിലാണെങ്കിൽ ഞാൻ നിരാശയിലാണ്, കാരണം എൻ്റെ കൗണ്ടർ പാർട്ട് എനിക്ക് കമ്മിറ്റ്മെൻറ്റ് തരുന്നില്ല. ദാറ്റ്സ് എ ഫസ്റ്റ് പോയിന്റ് യു ഷുഡ് റൈറ്റ്. സെക്കൻഡ് പോയിന്റ് എന്താ നമ്മൾ എഴുതുക? ഞാൻ നിരാശയിലാണ്, അല്ലെങ്കിൽ ഐ ആം അപ്സെറ്റ് ബിക്കോസ് ഐ എം മൈസെൽഫ് നോട്ട് കമ്മിറ്റിംഗ്, അല്ലെങ്കിൽ എനിക്ക് കമ്മിറ്റ്മെൻറ്റ് കൊടുക്കുന്നില്ല. ഐ എം നോട്ട് കമ്മിറ്റിംഗ് ടു മൈസെൽഫ്, അല്ലെങ്കിൽ വൺ സെൽഫ് എന്ന് എഴുതുക. എന്നിട്ട് നിങ്ങൾ നോക്കുക, ഞാൻ യെസ് ഓർ നോ. മൂന്നാമത്തത് യെസ് ഓർ നോ ആണ്. അതിൽ ഞാൻ എന്നോട് കമ്മിറ്റ്മെൻറ്റ് ചെയ്യുന്നില്ലേ എന്ന് നോക്കിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൻ്റെ ഓരോരോ ഭാഗങ്ങൾ എടുത്ത് നോക്കുക. നിങ്ങളുടെ ഗോൾസ് എഴുതി നോക്കുക. ഈ കാര്യങ്ങളൊക്കെ ഞാൻ പൂർത്തീകരിക്കുന്നുണ്ടോ? അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും സ്റ്റെപ്സ് ഞാൻ എടുക്കുന്നുണ്ടോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളോട് കമ്മിറ്റ്മെൻ്റ് അല്ല, നിങ്ങൾ കമ്മിറ്റഡ് അല്ല നിങ്ങളോട്. അപ്പോൾ യെസ് ഓർ നോ നമുക്ക് എന്ത് പറയാം? അഫ്കോഴ്സ് യെസ് ആണ്, ഞാൻ കമ്മിറ്റേ ചെയ്യുന്നില്ല എന്നോട്. ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത്, ഇനി ഇത് എങ്ങനെയാണ് ഈ കമ്മിറ്റ്മെൻറ്റ് ഇഷ്യൂസ് റിലീസ് ചെയ്യാൻ പറ്റുക? ആദ്യം നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കുക. ഇന്നർ ചൈൽഡ് വൂൺസ്, ചെറുതിലേ തൊട്ടിട്ട് നിങ്ങൾക്ക് പാരൻസിൽ നിന്നും അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാടിൽ നിന്നും കിട്ടിയിട്ടുള്ള അവഗണനകൾ അല്ലെങ്കിൽ വൂൺസ്, മുറിവുകൾ, കുറ്റപ്പെടുത്തൽ, അബ്യൂസ്, ദ്രോഹങ്ങൾ, നിരാശ, ഇങ്ങനത്തെയൊക്കെ നിങ്ങൾ അനുഭവിച്ച് വന്നവരാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും വാല്യൂ ചെയ്യുന്നുണ്ടായിരിക്കില്ല. ഞാൻ വെറുതല്ല, ഞാൻ നല്ലതല്ല, കാരണം എനിക്ക് ഇത്രയും അനുഭവങ്ങളോട് കടന്നു വന്നുകൊണ്ട് നല്ലതല്ല എന്നുള്ള തോന്നലായിരിക്കും. എന്നെ കൊണ്ടൊന്നും സാധിക്കില്ല. ലിമിറ്റിംഗ് ബിലീഫ്സ് നിങ്ങൾക്ക് നന്നായിട്ടുണ്ടായിരിക്കും. സോ നിങ്ങൾ അവിടെ സൊല്യൂഷൻസ് ആയിട്ട് എന്ത് ചെയ്യണം? യെസ്, ഇത് മാറാൻ ഞാൻ ഇന്നർ ചൈൽഡ് മെഡിറ്റേഷൻസ് എടുക്കണം. എനിക്ക് ഡീപ്പർ ആയിട്ടുള്ളൊരു കാര്യങ്ങളുണ്ടെങ്കിൽ ഞാനൊരു ഹീലിംഗ് കോഴ്സസ് എടുത്ത് ഞാൻ കംപ്ലീറ്റ്ലി ഹീലാവണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ സമയത്ത് സൊല്യൂഷൻസ് കിട്ടും. അതാണ് സൊല്യൂഷൻസ്. അങ്ങനെയാണ് ഈ 4 കാര്യങ്ങൾ നിങ്ങൾ ക്ലിയർ ആക്കേണ്ടത്. ഓക്കെ, ഇങ്ങനെ നിങ്ങളിപ്പോൾ കമ്മിറ്റ്മെൻ്റ് ആണ് എക്സാമ്പിൾ ഞാൻ വെച്ചിട്ടുള്ളത്. ഇതിന് പകരം നിങ്ങൾക്ക് ദേഷ്യമാണോ, ഇറിറ്റേഷൻസ് ആണോ, കാർമിക് ട്രിഗേഴ്സ് ആണോ? ഒരു കാർമിക് എന്നെ ഉപദ്രവിക്കുന്നു, ഞാൻ അപ്സെറ്റായി. ശരിക്കും ഞാൻ അപ്സെറ്റ് ആവുന്നത് എന്തുകൊണ്ടാണ്? എൻ്റെ ഉള്ളിലത്തെ കാർമിക് പാറ്റേൺസ് ആണ് ആ കാർമിക്സ് സർഫസിൽ കാണിച്ചു തരുന്നത്. നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ടത്, നിങ്ങൾക്ക് എന്താണോ പുറത്തുനിന്ന് കിട്ടുന്നത്, ഔട്ടർ വേൾഡിൽ നിന്ന് എന്താണോ കിട്ടുന്നത്, അത് ഇവിടെ നിന്ന് ഔട്ട് പോയതാണ്. നിങ്ങൾക്ക് വരുന്ന എല്ലാ റിലേഷൻഷിപ്പിലും ചീറ്റിങ് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ നല്ല രീതിയിൽ ചീറ്റ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ ഇരുന്ന് ചിന്തിക്കണം. എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾ സബ് കോൺഷ്യസ് ഹീലിംഗ് അങ്ങനത്തെ പ്രോഗ്രാംസിലേക്ക് ജോയിൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് നിങ്ങളുടെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റ് റൂട്ട് കോസിൽ മനസ്സിലാവും. അതിനെ ഹീൽ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാറ്റങ്ങൾ വരും.
സോ ഈ 4 സ്റ്റെപ്പ് വഴി നിങ്ങളുടെ എല്ലാ മിറർ എന്തൊക്കെയാണോ നിങ്ങൾക്കുള്ള ഇഷ്യൂസ് അതൊക്കെ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ഹീൽ ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് മിറർ എക്സസൈസ് ചെയ്യേണ്ടത്. സൈലൻറ്റ് ട്വിൻ ഫ്ലെയിം ജേർണി ആണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ സൈലൻ്റ് ആണ്. സെക്കൻഡ് പോയിന്റ് എന്തായത്, ഐ എം അപ്സെറ്റ് ബിക്കോസ് ഞാൻ എന്നോട് എവിടേക്കോ സൈലൻ്റ് ആവുന്നുണ്ട്. ആ സൈലൻ്റ് ആവുന്ന പോർഷൻസ് നിങ്ങൾ കണ്ടുപിടിക്കണം. നിങ്ങൾക്കാണ് നിങ്ങളെ കൂടുതൽ അറിയാൻ പറ്റുള്ളൂ. അതിന് നിങ്ങൾ ആദ്യം നിങ്ങളെ കൂടി ഇരിക്കണം. യു ഷുഡ് സിറ്റ് വിത്ത് യുവർ സെൽഫ്, ബി ഇൻ സോളിറ്റ്യൂഡ്. കുറച്ച് സമയം എലോൺ സമയമായി എപ്പോഴും ഫോണിൽ തോന്നാണ്ട് കുറച്ച് നേരം നിങ്ങളെ കൂടെ കുറച്ച് വെറുതെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് തോട്ട്സും ക്ലാരിറ്റിയും കിട്ടും. അങ്ങനെ നിങ്ങൾ ചെയ്യുക. ഇനി ഞാൻ സൈലൻറ്റ് ട്വിൻ ഫ്ലെയിം ജേർണിയിലാണ്, എൻ്റെ പേഴ്സൺ എങ്ങനെ കമ്മിറ്റ്മെൻറ്റ് തരും, എങ്ങനെ കോൺടാക്ട് ചെയ്യുന്ന ചോദിക്കാതിരിക്കുക. ഇതെല്ലാവർക്കും ഉള്ളൊരു ഉത്തരമാണ്. ഈ ഒരു പ്രാക്ടീസ് നിങ്ങൾ ഇനി ചോദിക്കുന്നത് ഇത് എപ്പോൾ ചെയ്യണം, എപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഇതിനിങ്ങനെ സമയം കണക്കൊന്നുമില്ല. നിങ്ങളുടെ ഫ്രീ മൈൻഡായിരിക്കുന്ന സമയത്ത് ചെയ്യുക. ഇനി എത്ര പ്രാവശ്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എത്ര പ്രാവശ്യം ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് അതിൽ നിന്ന് ചേഞ്ചസ് വരുന്നത് അതുവരെ ചെയ്യുക. ദേഷ്യം ഉണ്ടെങ്കിൽ ആ ദേഷ്യം കുറയ്ക്കാനും, ഇറിറ്റേഷൻസ്, കമ്മിറ്റ്മെൻറ്റ്സ്, സൈലൻറ്റ് കോണ്ടാക്റ്റ് ഇല്ലെങ്കിൽ നിങ്ങളെയും എവിടേക്ക് കോണ്ടാക്ട് ചെയ്യാതെ ഇരിക്കുന്നുണ്ട്. മൈൻഡ് ബോഡി സോൾ നിങ്ങൾ നോക്കുക. നിങ്ങളുടെ മൈൻഡ് ബോഡി സോൾ നിങ്ങൾ കംപ്ലീറ്റ്ലി നിങ്ങൾ മൈൻഡിനും ബോഡിക്കും സോളിനുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ അതൊക്കെ ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് മാറ്റങ്ങൾ വരും. ഓക്കെ, അപ്പോൾ ഇതാണ് മിറർ എക്സസൈസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്യാൻ എന്നോട് വീഡിയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴാണ് എനിക്ക് ഫ്രീ ആയത്, ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇങ്ങനെ ഒരു എക്സാമ്പിളായിട്ട് ടൈപ്പ് ചെയ്തിട്ട് തരാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ചെയ്യുക. നമ്മുടെ ഈ ചാനൽ മെയിൻലി ഫോർ എൻ്റർടൈൻമെൻറ്റ് പർപ്പസിനല്ല. നിങ്ങൾക്ക് ഹീലിങ്ങും ക്ലാരിറ്റിയും വിസ്റ്റംസ്, എനിക്ക് കിട്ടിയ പല വിസ്റ്റംസും നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യുക. ഞാനൊരു ലൈറ്റായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യുക, അതാണ് മെയിനായിട്ട്. അപ്പോൾ പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ നിങ്ങളും കൂടി നിങ്ങളെ വർക്ക് ചെയ്യണം. നിങ്ങളെപ്പോഴും ഒരാൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കരുത് കേട്ടോ. അവർ വരട്ടെ, അവർ റീഡ് ചെയ്യട്ടെ, അവർ ലൈവ് റീഡിങ്ങിൽ നോക്കാം ഈ ഒരു കാര്യം, അങ്ങനെ ഇരിക്കരുത്. ലൈവ് റീഡിംഗ് ഒക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ റെസ്പെക്റ്റ് കാണിക്കുക. ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ അവരോട് ബുദ്ധിമുട്ടിക്കാതെ ഇരിക്കാൻ. ഫ്രീ ആയിട്ടാണ് ചെയ്യുന്നത്, എനർജി എക്സ്ചേഞ്ച് ഇല്ലാതെ. ഓക്കെ, അപ്പോൾ അതങ്ങനത്തെ കുറച്ച് മര്യാദകൾ നിങ്ങൾക്ക് ലൈഫിൽ കുറച്ച് മര്യാദകൾ പാലിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ ചേഞ്ചസ് വരും. ആൻഡ് പേഷ്യൻസ്, ക്ഷമ അത്യാവശ്യം വേണം. ഓക്കെ, അപ്പോൾ ഇതാണ് മിറർ എക്സസൈസ് ആയിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതും ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടുമുള്ള കാര്യം. അതാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് കരുതുന്നു. താങ്ക് യു സോ മച്ച്. പിന്നെയും പറയുന്ന എൻ്റെ സോൾ പർപ്പസ് ആയിട്ടുള്ള ആകാശ റെക്കോർഡ്സ് റീഡിംഗ് കോഴ്സസ് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. October 2 ആൻഡ് ടാരോ കോഴ്സ്, സബ് കോൺഷ്യസ് ഹീലിംഗ്, ചാർജ്ഡ് ആയിട്ട് ക്രിസ്റ്റൽ ഹീലർ കൂടിയാണ്. അപ്പോൾ ബ്രേസ്ലെറ്റ്സോ കാര്യങ്ങളോ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്നെയായിട്ട് കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, ടാരോ കോഴ്സും കൂടി ഉണ്ട് കേട്ടോ. 11th ബാച്ച് ഒന്നും ഡേറ്റ് ഞാൻ ഇട്ടിട്ടില്ല, എന്തായാലും ഒക്ടോബറിൽ ഉണ്ടായിരിക്കും. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ, സ്പിരിച്വൽ സൈഡ് നിങ്ങളെ കോൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ഹീലിങ്സ് പഠിച്ചിരിക്കണം. റേക്യൂ എന്താണ് നിങ്ങൾക്ക് കോൾ ചെയ്ത് വെച്ചാൽ അത് പഠിക്കുക. അത് നിങ്ങൾക്ക് ഡെയിലി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ എനർജിയെ ഉയർത്താൻ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. സോ ഞാൻ പറഞ്ഞു എന്ന് വിചാരിക്കുന്നു, നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. സോ താങ്ക് യു എവരി വൺ. എല്ലാവരും സ്റ്റേ ബ്ലെസ്ഡ്, ബി ഹാപ്പി ഓൾവേസ്. ഓക്കെ, താങ്ക് യു.